ദേവ് നാരായണൻ കേരളത്തിലെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപൻ, കോടീശ്വരനായ ലണ്ടൻ റിട്ടേൺസ് വ്യവസായി. പക്ഷേ ആ പേരിനൊപ്പം എപ്പോഴും വിവാദങ്ങളും ഉണ്ടായിരുന്നു. പുകവലി, മദ്യപാനം, അർദ്ധരാത്രിയിലെ ക്ലബ്ബ് പാർട്ടികൾ, ഒപ്പം മാറിക്കൊണ്ടിരിക്കുന്ന പെൺസുഹൃത്തുക്കൾ. ഇതൊക്കെയായിരുന്നു ദേവിന്റെ ലോകം. പണവും സൗന്ദര്യവും ഉള്ളതുകൊണ്ട് തന്നെ അവന്റെ വിരൽത്തുമ്പിൽ ഒതുങ്ങാൻ പെൺകുട്ടികൾ മത്സരിക്കുകയായിരുന്നു. കൊച്ചിയിലെ ആകാശം മുട്ടുന്ന ആ കോർപ്പറേറ്റ് ഓഫീസിന്റെ 30-ാം നിലയിലെ ഗ്ലാസ് കേബിനിൽ ദേവ് ഇരിക്കുകയായിരുന്നു. ചുണ്ടിൽ പുകയുന്ന സിഗരറ്റും, കയ്യിൽ വില കൂടിയ വൈൻ ഗ്ലാസും. അപ്പോഴാണ് അങ്ങോട്ട് മാനേജർ പ്രകാശ് കടന്നു വന്നത്. സർ, സാറിൻ്റെ പുതിയ പേഴ്സണൽ അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. സാറിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. ദേവ് കസേരയിലേക്ക് അലസമായി ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞു. ഇത്തവണയെങ്കിലും കുറച്ചുനാൾ നിൽക്കുന്ന ആളെയാണോ താൻ കണ്ടുപിടിച്ചത് പ്രകാശ്? അതോ പഴയതുപോലെ എൻ്റെ ലൈഫ് സ്റ്റൈൽ കണ്ട് പേടിച്ച് 2 ദിവസം കൊണ്ട് നാളുന്ന ടൈപ്പാണോ? ഇല്ല സാർ, കുട്ടി പാവമാണ്. നല്ല ക്വാളിഫിക്കേഷനുണ്ട്. പേര് അനാമിക. ഓക്കെ, അവളെ അകത്തേക്ക് വിടും. ദേവ് ഗ്ലാസ്സിലെ വൈൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ പെൺകുട്ടിയെ കണ്ട് ദേവ് ഒന്ന് പുരികമുയർത്തി. മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ച, മേക്കപ്പ് വാരിപ്പൂശിയ പെൺകുട്ടികളെ മാത്രം കണ്ട് ശീലിച്ച ദേവിൻ്റെ മുന്നിലേക്ക് വന്നത് തികച്ചും വ്യത്യസ്തയായ ഒരു പെൺകുട്ടിയായിരുന്നു. ഒരു ലളിതമായ ചുരിദാറും ഒതുക്കി കെട്ടിയ മുടിയും, മുഖത്ത് യാതൊരു ആർഭാടങ്ങളുമില്ലാത്ത നിഷ്കളങ്കമായ ഭാവവും. ഗുഡ് മോർണിംഗ് സാർ, ഞാൻ അനാമിക, അവൾ പതർച്ചയോടെ പറഞ്ഞു. ദേവ് അവളെ മുകൾ മുതൽ താഴെ വരെ ഒന്ന് നോക്കി. അവൻ്റെ ആ നോട്ടം അനാമികയെ ചെറിയൊരു അസ്വസ്ഥതയുണ്ടാക്കി. അവൾ തൻ്റെ ഷാൾ ഒന്നുകൂടി വലിച്ചിട്ടു. അനാമിക, തനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഓഫീസിൽ മാത്രമല്ല, ബിസിനസ് മീറ്റിങ്ങുകൾക്കും പാർട്ടികൾക്കും ഒക്കെ പോകുമ്പോൾ നീ കൂടെ വരണം. നൈറ്റ് ഷിഫ്റ്റുകളുണ്ടാകും. ഒബ്ജക്ഷൻ ഉണ്ടോ? ദേവ് സിഗരറ്റ് ആഷ് ട്രെയിലേക്ക് തട്ടിക്കൊണ്ട് ചോദിച്ചു. ഇല്ല സാർ, ജോലി കൃത്യമായി ചെയ്യാൻ എനിക്ക് മടിയില്ല, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഗുഡ്, നാളെ മുതൽ ജോയിൻ ചെയ്തോളൂ. അനാമികക്ക് ആ ജോലി വളരെ അത്യാവശ്യമായിരുന്നു. രോഗിയായ അമ്മയും വീട്ടുവാടകയും കടങ്ങളും ഒക്കെ തീർക്കാൻ ഈ ഉയർന്ന ശമ്പളമുള്ള ജോലി അവൾക്ക് ദൈവാനുഗ്രഹം പോലെയായിരുന്നു. ദേവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചിലതൊക്കെ ഓഫീസിൽ നിന്ന് അറിഞ്ഞെങ്കിലും തൻ്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കാമെന്ന് അവൾ ഉറപ്പിച്ചു. ആ ദിവസങ്ങൾ കടന്നുപോയി. അനാമിക തൻ്റെ ജോലി വളരെ ഭംഗിയായി ചെയ്തു. ദേവ് എത്ര ദേഷ്യപ്പെട്ടാലും അസമയത്ത് വിളിച്ചാലും അവൾ ഒരു പരാതിയും ഇല്ലാതെ ഫയലുകൾ കൃത്യമായി എത്തിച്ചു. ദേവിന് അവളോട് ചെറിയൊരു ബഹുമാനം തോന്നിയെങ്കിലും അവൻ്റെ ഉള്ളിലെ തന്നിഷ്ടക്കാരനായ പുരുഷൻ അവളെ കീഴടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി ദേവിൻ്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒരു പ്രധാനപ്പെട്ട ക്ലയൻറ്റുമായി മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാത്രി 11 മണിയായിട്ടും മീറ്റിംഗ് നീണ്ടുപോയി. മറ്റ് സ്റ്റാഫുകളൊക്കെ പോയിരുന്നു. അനാമിക മാത്രമാണ് ദേവിനെ സഹായിക്കാൻ അവിടെ ഉണ്ടായിരുന്നത്. മീറ്റിംഗ് കഴിഞ്ഞ് ക്ലയൻറ്റ് പോയതോടെ ദേവ് നന്നായി മദ്യപിക്കാൻ തുടങ്ങി. വലിയൊരു ബിസിനസ് ഡീൽ ഒപ്പിടത്തിൻ്റെ ലഹരിയിലായിരുന്നു അവൻ. സർ, സമയം ഒരുപാടായി. ഫയലുകളൊക്കെ ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഞാൻ എന്നാൽ ഇറങ്ങട്ടെ? അനാമിക ബാഗ് തോളിലിട്ടുകൊണ്ട് ചോദിച്ചു. ദേവ് സോഫയിൽ നിന്ന് എഴുന്നേറ്റു. അവൻ്റെ കണ്ണുകൾ മദ്യലഹരിയാലും കാമത്താലും ചുവന്നിട്ടുണ്ടായിരുന്നു. അവൻ പതുക്കെ അനാമികയുടെ അടുത്തേക്ക് നടന്നു വന്നു. ഇത്ര വൈകിട്ട് നീ എങ്ങോട്ടാ അനാമിക പോകുന്നേ? ഇന്ന് രാത്രി നീ ഇവിടെ നിന്നാൽ മതി, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അല്പം വിക്കലോടെ പറഞ്ഞു. അത് ശരിയാവില്ല സാർ, അമ്മ വീട്ടിലൊറ്റക്കാണ്. ഞാൻ പോയേ പറ്റും. അനാമിക ഭയത്തോടെ അവരുടെ പിന്നോട്ട് വെച്ചു. പക്ഷേ ദേവ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ പെട്ടെന്ന് മുന്നോട്ട് വന്ന് അവളുടെ വഴി തടഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ അവൻ അവളുടെ അരക്കെട്ടിൽ കൈവച്ചു. അവളെ തൻ്റെ ശരീരത്തിലേക്ക് വലിച്ചെടുപ്പിച്ചു. അനാമിക ഞെട്ടിപ്പോയി. അവളുടെ ശ്വാസം ദേവിൻ്റെ മുഖത്ത് തട്ടുന്ന അത്രയും അരികിലേക്ക് അവൻ മുഖം അടുപ്പിച്ചു. ആ കണ്ണുകളിലെ വന്യത കണ്ട് അനാമികയുടെ ഹൃദയം പടപട ഇടുക്കാൻ തുടങ്ങി. അവൾ അവൻ്റെ കൈകൾ മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കരുത്തുള്ള കൈകൾക്ക് മുന്നിൽ അവൾക്ക് അനങ്ങാൻ കഴിഞ്ഞില്ല. ദേവ് അവളുടെ കാതോരം വന്ന് അധികാരമായ ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് രാത്രി നിന്നെ വേണം. ഞാൻ കല്യാണം കഴിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല. ഒരു ലിവിങ് റിലേഷൻ ആയാലും. അവൻ്റെ വാക്കുകൾ കേട്ടതും ഭയന്ന് വിറച്ച അനാമികയുടെ ഉള്ളിൽ എവിടെ നിന്ന് ഒരു വാശി ഉയർന്നു വന്നു. പണവും പത്രാസും കാണിച്ച് എല്ലാ പെണ്ണുങ്ങളെയും വിലക്ക് വാങ്ങാമെന്ന അവൻ്റെ അഹങ്കാരത്തിന് നേരെ അവൾ തൻ്റെ മുഖം ഉയർത്തിപ്പിടിച്ചു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമല്ല, കനലായിരുന്നു. അവൻ്റെ കൈകൾ ശക്തമായി തട്ടിമാറ്റി. അവരുടെ പിന്നോട്ട് മാറി നിന്നുകൊണ്ട് അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഒരു രാത്രിയുടെ സുഖത്തിനു വേണ്ടി അന്യപുരുഷന് വാങ്ങിക്കൊടുക്കുന്ന സ്ത്രീയല്ല ഞാൻ. അനാമികയുടെ മറുപടി കേട്ട് ദേവ് ഒരു നിമിഷം തരിച്ചുപോയി.
തൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു പെണ്ണും തന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. ചോദിച്ചതെന്തും പണം കൊടുത്തു വാങ്ങാൻ ശീലമുള്ള ദേവനാരായണന് അതൊരു കനത്ത പ്രഹരമായിരുന്നു. നീ എന്താടി പറഞ്ഞത്? നിനക്കറിയില്ല ഈ ദേവനാരായൺ ആരാണെന്ന്. വിചാരിച്ചാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ ദേവദേശം കൊണ്ട് വിറച്ചു. നിങ്ങളുടെ പണവും പവറും എൻ്റെ അടുത്ത് കാണിക്കണ്ട സാർ. ഒരു പെണ്ണിൻ്റെ ആത്മാഭിമാനത്തിന് വിലയിടാൻ മാത്രം വലിയ കോടീശ്വരൻ ഒന്നും ആയിട്ടില്ല ഞാൻ. നാളെ മുതൽ ഞാൻ ഈ ജോലിക്ക് വരുന്നില്ല. എൻ്റെ ഇതുവരെയുള്ള ശമ്പളവും എനിക്ക് വേണ്ട. കണ്ണൂരേക്ക് കൊണ്ട് തലയുയർത്തിപ്പിടിച്ച് അനാമിക ഗസ്റ്റ് ഹൗസിൻ്റെ പടികൾ ഇറങ്ങി ഓടി. കരി പിടിച്ച രാത്രിയിലെ ഇരുട്ടിലേക്ക് അവൾ മറയുന്നത് നോക്കി ദേവ് കൈയിലെ ഗ്ലാസ് ഭിത്തിയിലേക്ക് ഇറഞ്ഞുടച്ചു. അനാമിക, നീ എന്നെ റിജക്റ്റ് ചെയ്തു അല്ലേ? ദേവനാരായണനോട് നോ പറഞ്ഞ ആദ്യത്തെ പെണ്ണ്. നിന്റെ അഹങ്കാരം ഞാൻ തകർക്കും. നീ എൻ്റെ മുന്നിൽ വന്ന് മുട്ടുകൊത്തും, നോക്കിക്കോ. ദേവ് പല്ലുറുമ്മിക്കൊണ്ട് സ്വയം പറഞ്ഞു. അടുത്ത 2 ദിവസത്തേക്ക് അനാമിക ഓഫീസിൽ വന്നില്ല. അവൾ പുതിയ ജോലി അന്വേഷിക്കാൻ തുടങ്ങി. പക്ഷേ ദേവ് അവളെ അത്ര പെട്ടെന്ന് വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവൻ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അനാമികയ്ക്ക് മറ്റൊരിടത്തും ജോലി കിട്ടാത്തവണ്ണം വഴികൾ അടച്ചു. 3-ാം ദിവസം അനാമികയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത നമ്പറിൽ നിന്നും കോൾ വന്നു. ഹലോ, അനാമികയല്ലേ? നിങ്ങളുടെ അമ്മയുടെ പേരിൽ എടുത്ത ഹോസ്പിറ്റൽ ലോണിൻ്റെ കുടിശ്ശിക തീർക്കാത്തതിനാൽ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ജപ്തി നടപടികൾ ആരംഭിക്കുകയാണ്. അപ്പുറത്തു നിന്നും കേട്ട ശബ്ദം അവളെ ഇടുത്തിയായി വീണു. അമ്മയുടെ ചികിത്സക്കായി എടുത്ത വലിയ തുകയുടെ ലോൺ അടക്കാൻ തനിക്ക് ദേവ് തരുന്ന ഉയർന്ന ശമ്പളം മാത്രമായിരുന്നു ആശ്രയം. ഇപ്പോൾ ജോലിയുമില്ല, കയ്യിൽ പണവുമില്ല. അമ്മ ഇതറിഞ്ഞാൽ ഹൃദയം പൊട്ടിമരിക്കും. അനാമിക എന്തു ചെയ്യണമെന്നറിയാതെ കരഞ്ഞു. പെട്ടെന്നാണ് അവൾക്ക് കാര്യം മനസ്സിലായത്. ഇത് ദേവിൻ്റെ കളിയാണ്. തട്ടിക്കൊണ്ടുപോയി നശിപ്പിക്കുന്നതിനേക്കാൾ തന്നെ ജീവിക്കാൻ സമ്മതിക്കാതെ കാൽക്കൽ വീഴ്ത്താനുള്ള അവൻ്റെ തന്ത്രം. വേറെ ഒരു വഴിയുമില്ലാതെ കണ്ണീരും തുടച്ച് അനാമിക വീണ്ടും ആ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് നടന്നു. ക്യാബിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ദേവ് കസേരയിലിരുന്ന് ക്രൂരമായി ചിരിക്കുന്നുണ്ടായിരുന്നു. നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു അനാമിക. പറ, ഇപ്പോൾ നിന്റെ ആത്മാഭിമാനത്തിന് എത്ര വില വരും? ദേവ് കളിയാക്കലോടെ ചോദിച്ചു. അനാമിക കൈകൾ കൂപ്പിയാന് മുന്നിൽ നിന്നു. പക്ഷെ അവളുടെ കണ്ണുകളിൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരു വാശി അപ്പോഴും ബാക്കിയുണ്ടായിരുന്നു. ദേവിൻ്റെ ആ പരിഹാസിച്ചിരിക്കും മുന്നിൽ അനാമിക തളർന്നു നിന്നില്ല. അവളുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണിൽ അടർന്നു വീണു. കൈകൾ കൂപ്പി നിൽക്കുമ്പോഴും അവളുടെ നട്ടൽ നിവർന്നു തന്നെയായിരുന്നു. നിങ്ങൾ ജയിച്ചു സാർ. എൻ്റെ സാഹചര്യം വെച്ച് എന്നെ തോൽപ്പിച്ചു. എൻ്റെ അമ്മയുടെ ജീവൻ വെച്ചാണ് നിങ്ങൾ കളിച്ചത്. എനിക്ക് ഈ ജോലി വേണം. എന്ത് നിബന്ധനയാണ് നിങ്ങൾക്കുള്ളത് എന്ന് വെച്ചാൽ പറയും. വിറക്കുന്ന ശബ്ദത്തിലാണെങ്കിലും അവൾ ചോദിച്ചു. ദേവ് കസേരയിൽ നിന്നും എഴുന്നേറ്റു. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി ക്രൂരമായ ഒരു ഭാവത്തോടെ അവൻ പറഞ്ഞു, എന്നെ അനുസരിക്കുക. അതുമാത്രമാണ് നിന്റെ ജോലി. ഞാൻ എപ്പോൾ വിളിച്ചാലും എങ്ങോട്ട് വരാൻ പറഞ്ഞാലും നീ വരണം. പകരം നിന്റെ അമ്മയുടെ ചികിത്സാ ചെലവും നിന്റെ വീടിൻ്റെ ജപ്തി ഒഴിവാക്കാനുള്ള പണവും ഞാൻ തരും. പക്ഷേ ദേവൊന്ന് നിർത്തി അവളുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, ഇനി എന്നോട് ആത്മാഭിമാനം കാണിക്കാൻ വരരുത്. നീ എൻ്റെ വെറുമൊരു ശമ്പളക്കാരി മാത്രമാണ്. സമ്മതിച്ചിരിക്കുന്നു സാർ. ഞാൻ ഒപ്പിടേണ്ട കരാർ പത്രം തന്നോളൂ. അനാമിക കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. ദേവ് ഒരു ഫയൽ അവൾക്ക് നേരെ നീട്ടി. ഒരു മടിയും കൂടാതെ അവൾ അതിൽ ഒപ്പുവെച്ചു. അവൾ തോറ്റുകൊടുക്കുകയല്ല, മറിച്ച് തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് അവളുടെ കണ്ണുകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം മുതൽ അനാമിക വീണ്ടും ദേവിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായി ചാർജ് എടുത്തു. ദേവ് അവളെ പരമാവധി ബുദ്ധിമുട്ടിക്കാൻ നോക്കി. ഓഫീസിലെ ഏറ്റവും കഠിനമായ ജോലികൾ അവൾക്ക് നൽകി. അസമയങ്ങളിൽ ഫയലുകൾ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അനാമിക ഒരു പരാതിയും പറയാതെ എല്ലാ ജോലികളും കൃത്യമായി ചെയ്തു തീർത്തു. അവളുടെ ഈ അർപ്പണബോധം ദേവിനെ ഉള്ളിൽ അത്ഭുതപ്പെടുത്തി. ഒരു ദിവസം രാത്രി കൊച്ചിയിലെ ഒരു പ്രമുഖ ബിസിനസ് പാർട്ടി ദേവിന് പങ്കെടുക്കേണ്ടി വന്നു. പതിവ് പോലെ അനാമികയും കൂടെയുണ്ടായിരുന്നു. പാർട്ടിയിൽ ദേവ് തൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കുകയായിരുന്നു. അപ്പോഴാണ് ദേവിൻ്റെ ബിസിനസ് ശത്രുവായ വിക്രം അങ്ങോട്ട് കടന്നു വന്നത്. വിക്രം പണ്ടുതലേ ദേവിനോട് കടുപ്പമുള്ള ശത്രുത പുലർത്തുന്ന ആളാണ്. മദ്യലഹരിയിലായിരുന്ന വിക്രം ദേവിൻ്റെ അടുത്ത് നിൽക്കുന്ന അനാമികയെ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു, ഹേയ് ദേവ്, നിന്റെ പുതിയ കൂട്ടുകാരി കൊള്ളാമല്ലോ. എവിടെ നിന്ന് ഒപ്പിച്ചതാ ഇതിനെ? ശമ്പളം $2 അതോ വേറെ രീതിയിലാണോ കൊടുക്കുന്നത്? വിക്രമിൻ്റെ ആ വൃത്തികെട്ട ചോദ്യം കേട്ട് അനാമികയുടെ മുഖം വിളറി വെളുത്തു. അവൾ അപമാനം കൊണ്ട് താഴ്ത്തി. പക്ഷേ വിക്രം വിടാൻ ഭാവമില്ലായിരുന്നു. അവൻ അനാമികയുടെ കയ്യിൽ പിടിക്കാൻ ആഞ്ഞു. എന്താ മോളെ,
ദേവിൻ്റെ കൂടെ നിന്നാൽ നിനക്ക് എന്ത് കിട്ടാനാണ്? എൻ്റെ കൂടെ പോരുന്നോ? പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ദേവ് വിക്രമിൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു തിരിച്ചു. അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. വിക്രം, എൻ്റെ സ്റ്റാഫിൻ്റെ നേരെ കൈ നീട്ടിയാൽ ആ കൈ ഞാൻ വെട്ടിയെടുക്കും. ദേവനാരായണൻ്റെ നേരിൽ നിൽക്കുന്ന ഒന്നിനെ പോലും തൊടാൻ നിനക്ക് യോഗ്യതയില്ല. ഇറങ്ങിപ്പോടാ വിടുന്നു. ദേവ് സിംഹത്തെ പോലെ ഗർജിച്ചു. സെക്യൂരിറ്റി ജീവനക്കാരൻ ഓടിവന്ന് വിക്രമിനെ അവിടെ നിന്നും മാറ്റി. ആ സമയം അത്രയും അനാമിക അത്ഭുതത്തോടെ ദേവിനെ നോക്കുകയായിരുന്നു. തന്നെ എപ്പോഴും അപമാനിക്കാൻ നോക്കുന്ന ഈ മനുഷ്യൻ മറ്റൊരാൾ തന്നെ അപമാനിച്ചപ്പോൾ പ്രതിരോധിക്കാൻ മുന്നിൽ നിന്നത് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പാർട്ടി കഴിഞ്ഞ് കാറിൽ മടങ്ങുമ്പോൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. ദേവ് തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത്. പെട്ടെന്നാണ് കനത്ത മഴ പെയ്യാൻ തുടങ്ങിയത്. കാറ്റിൻ്റെയും മഴയുടെയും ശക്തി റോഡരികിലെ ഒരു വലിയ മരം ഒടിഞ്ഞ് റോഡിന് കുറുകെ വീണു. ദേവ് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. ഷിറ്റ്, വഴി ബ്ലോക്കായി. നീ വണ്ടി മുന്നോട്ടെടുക്കാൻ പറ്റില്ല. ദേവ് ദേഷ്യത്തോടെ സ്റ്റിയറിംഗിൽ അടിച്ചു. അപ്പോഴേക്കും കാറിൻ്റെ എഞ്ചിൻ ഓഫായിരുന്നു. ചുറ്റും കാടും ഇരുട്ടും മാത്രം. മൊബൈൽ റേഞ്ചും പോയി. കാറിനുള്ളിൽ അവർ രണ്ടാളും മാത്രമായി. പുറത്ത് കാറ്റും മഴയും തകർത്ത് പെയ്യുന്നു. ദേവ് കാറിൻ്റെ സീറ്റിലേക്ക് ചാരിയിരുന്നു ഒരു സിഗരറ്റ് കത്തിച്ചു. ആ പുകച്ചലുകൾക്കിടയിലൂടെ അവൻ അനാമികയെ നോക്കി. അവൾ തണുത്ത് വിറച്ച് വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു. തനിക്ക് എന്നോട് വല്ലാത്ത ദേഷ്യമുണ്ടല്ലേ അനാമിക? ദേവ് പതുക്കെ ചോദിച്ചു. അവൻ്റെ ശബ്ദത്തിൽ എപ്പോഴും ഉണ്ടാകാറുള്ള ആ അഹങ്കാരം ഇപ്പോൾ ഇല്ലായിരുന്നു. അനാമിക അവനെ നോക്കിയില്ല. എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല സാർ. കാരണം പണമുള്ളവർക്ക് ദരിദ്രരുടെ ജീവിതം ഒരു കളിയാണെന്ന് എനിക്കറിയാം. ദേവ് പതുക്കെ ചിരിച്ചു. അതൊരു നിസ്സഹമായ ചിരിയായിരുന്നു. എല്ലാവരും വിചാരിക്കുന്നത് എനിക്ക് പണവും സുഖസൗകര്യങ്ങളും മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷെ ആർക്കും അറിയില്ല അനാമിക, ഞാൻ കടന്നുപോയ വഴികൾ. അനാമിക അത്ഭുതത്തോടെ ദേവിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ എന്നെയും അച്ഛനെയും ഇട്ടെറിഞ്ഞ് മറ്റൊരു പണക്കാരൻ്റെ കൂടെ പോയതാണ്. അന്നു മുതൽ ഞാൻ സ്ത്രീകളെ വെറുക്കാൻ തുടങ്ങി. സ്നേഹം അഭിനയിച്ച് പുരുഷന്മാരെ പറ്റിക്കുന്നവരാണ് പെണ്ണുങ്ങൾ എന്നാണ് ഞാൻ വിചാരിച്ചത്. പണം കണ്ടാൽ ഏതു പെണ്ണും മയങ്ങും എന്ന എൻ്റെ ചിന്താഗതിക്ക് കാരണം അതായിരുന്നു. അതുകൊണ്ടാണ് അന്ന് രാത്രി ഞാൻ നിന്നോട് അങ്ങനെ പെരുമാറിയത്. ദേവിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. അവൻ സിഗരറ്റ് ജനലിലൂടെ പുറത്തേക്കെറിഞ്ഞു. ആദ്യമായാണ് ദേവ് ഒരാളോട് തൻ്റെ മനസ്സ് തുറക്കുന്നത്. അവൻ്റെ ആ വാക്കുകളിലെ സങ്കടം അനാമികയുടെ ഉള്ളിൽ തട്ടി. കോടീശ്വരനായ ഈ അഹങ്കാരിയുടെ ഉള്ളിൽ സ്നേഹം കിട്ടാതെ പോയ മുറിവേറ്റൊരു കുട്ടിയുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ പതുക്കെ പറഞ്ഞു, എല്ലാ സ്ത്രീകളും ഒരുപോലെയല്ല സാർ. ചിലർക്ക് പണമായിരിക്കാം വലുത്, പക്ഷേ ഭൂരിഭാഗം പേർക്കും അവരുടെ ആത്മാഭിമാനവും കുടുംബവുമാണ് വലുത്. അമ്മമാരുടെ സ്നേഹം അറിയാത്തത് കൊണ്ടാണ് സാർ ഇങ്ങനെ ചിന്തിക്കുന്നത്. ദേവ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഇപ്പോൾ തനിക്കുള്ള ശിക്ഷയല്ല, മറിച്ച് വലിയൊരു ആശ്വാസമാണ് അവൻ കണ്ടത്. ഇത്രയും കാലം താൻ കെട്ടിപ്പൊക്കിയ അഹങ്കാരത്തിൻ്റെ കോട്ടകൾ ആ പെൺകുട്ടിയുടെ വാക്കുകൾക്ക് മുന്നിൽ തകരുന്നത് അവൻ അറിഞ്ഞു. മനസ്സിൽ മുള പൊട്ടുന്ന പ്രണയം. അടുത്ത ദിവസം മുതൽ ദേവിൻ്റെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. അവൻ മദ്യപാനവും ക്ലബ്ബ് പാർട്ടികളും കുറച്ചു. ഓഫീസിൽ വെച്ച് അനാമികയോട് സംസാരിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ ബഹുമാനവും കരുതലും പ്രകടമായിരുന്നു. അനാമികയ്ക്ക് വേണ്ടി അവൻ കാറിൽ AC ക്രമീകരിച്ചു. അവൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. ദേവിൻ്റെ ഈ മാറ്റം ഓഫീസിലെ മറ്റുള്ളവരെയും അത്ഭുതപ്പെടുത്തി. ഒരു ദിവസം വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ദേവ് അനാമികയെ തൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു. അനാമിക, ഇത് നിന്റെ അമ്മയുടെ ചികിത്സക്കുള്ള ബാക്കി തുകയാണ്. ലോൺ മുഴുവൻ ഞാൻ അടച്ചു തീർത്തിട്ടുണ്ട്. ഇനി നിനക്കൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല. ദേവ് ഒരു ചെക്ക് അവൾക്ക് നേരെ നീട്ടി. താങ്ക്സ് സാർ, ഞാൻ ഈ പണം ജോലി ചെയ്ത് തീർത്തോളാം, അനാമിക സന്തോഷത്തോടെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടി. ദേവ് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അനാമികയുടെ തൊട്ടടുത്ത് വന്നിരുന്നു. അനാമികയുടെ ഹൃദയം വീണ്ടും പഴയതുപോലെ പടപട എടുക്കാൻ തുടങ്ങി. അന്ന് ഗസ്റ്റ് ഹൗസിൽ വെച്ച് അവൻ അവൾക്കരികിൽ വന്ന അതേ അനുഭവം. അവൾ പതുക്കെ പിന്നോട്ട് മാറാൻ തുടങ്ങിയെങ്കിലും ദേവളുടെ കൈകളിൽ പതുക്കെ പിടിച്ചു. പക്ഷെ അന്നത്തെ പോലെ ബലമായിട്ടല്ലായിരുന്നു. വളരെ മൃദുവായി, പ്രണയത്തോടെ ദേവളുടെ കണ്ണുകളിൽ നോക്കി മാറുന്നു. അന്ന് രാത്രി ഞാൻ നിന്നോട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കുന്ന കൂട്ടത്തിലല്ല എന്ന്. എന്നാൽ ഇന്ന് ഞാൻ ആ വാക്ക് തിരുത്തുന്നു. എനിക്കെൻ്റെ ജീവിതകാലം മുഴുവൻ
നിന്നെ കൂടെ വേണം. എൻ്റെ ഇരുണ്ട ജീവിതത്തിലേക്ക് വെളിച്ചമായി നീ വരണം അനാമിക. നീ എന്നെ വിവാഹം കഴിക്കുന്നു. ദേവിൻ്റെ ആ പ്രണയാഭ്യർത്ഥന കേട്ട് അനാമിക സ്തബ്ധനായി നിന്നു. തങ്ങളെ നശിപ്പിക്കാൻ നോക്കിയ കോടീശ്വരനായ ദേവനാരായണൻ നീ തൻ്റെ പ്രണയവുമായി നിൽക്കുന്നു. അവൾ എന്ത് മറുപടിയായിരിക്കും പറയുക? ദേവിൻ്റെ വാക്കുകൾ കേട്ട് അനാമികയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. തന്നെ അഹങ്കാരം കൊണ്ട് ചവിട്ടി മെതിക്കാൻ നോക്കിയ, പണം കൊണ്ട് വിലക്ക് വാങ്ങാൻ നോക്കിയ ദേവനാരായണൻ എന്നിതാ തൻ്റെ മുന്നിൽ പ്രണയത്തോടെ യാചനയോടെ കൈകൾ നീട്ടി നിൽക്കുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ അവളുടെ മനസ്സിലേക്ക് പല ചിന്തകളും ഓടിയെത്തി. ഒരു കോടീശ്വരനും തൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റും തമ്മിലുള്ള വിവാഹം ഈ സമൂഹം എങ്ങനെ കാണും? ദേവിൻ്റെ പഴയ ലൈഫ് സ്റ്റൈൽ പൂർണ്ണമായും മാറിയോ? അതോ ഇതൊരു താൽക്കാലികമായ മാറ്റം മാത്രമാണോ? അനാമിക പതുക്കെ തൻ്റെ കൈകൾ ദേവിൻ്റെ കൈകളിൽ നിന്നും പിൻവലിച്ചു. സർ, എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇതിന് പെട്ടെന്നൊരു മറുപടി പറയാൻ കഴിയില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടാകാം. പക്ഷെ നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ചിന്തകളുടെ കാര്യത്തിലും. എനിക്ക് കുറച്ച് സമയം വേണം. ദേവ് നിരാശയോടെയെങ്കിലും ഒരു ചെറു ചിരിയോടെ തലയാട്ടി. എനിക്കറിയാം അനാമിക, ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. നിന്റെ മനസ്സ് മാറുന്നതുവരെ ഞാൻ കാത്തിരിക്കാം. കാരണം ഈ ദേവ് ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് ജീവന് തുല്യം സ്നേഹിക്കുന്നത്. ദിവസങ്ങൾ കടന്നുപോയി. ദേവ് അനാമികക്ക് യാതൊരു സമ്മർദ്ദവും നൽകിയില്ല. അവൻ ഒരു നല്ല സുഹൃത്തായി അവൾക്കൊപ്പം നിന്നു. ദേവിൻ്റെ മാറ്റം ഓഫീസിലുള്ളവരെയും അനാമികയെയും സന്തോഷിപ്പിച്ചു. അനാമികയുടെ ഉള്ളിലും ദേവിനോടുള്ള പ്രണയം പതുക്കെ മുട്ടിട്ട് തുടങ്ങിയിരുന്നു. എന്നാൽ ഈ സന്തോഷങ്ങൾക്കിടയിലേക്കാണ് ആ ദുരന്തം കടന്നു വന്നത്. അന്ന് ശനിയാഴ്ചയായിരുന്നു. ഓഫീസിൽ കാര്യമായ തിരക്കില്ലാത്തതിനാൽ അനാമിക നേരത്തെ വീട്ടിലേക്ക് ഇറങ്ങിയിരുന്നു. ദേവ് ഒരു ബിസിനസ് മീറ്റിങ്ങിനായി എറണാകുളത്തേക്ക് പോയ സമയത്തായിരുന്നു അത്. അനാമിക ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് അവളുടെ മുന്നിൽ ഒരു കറുത്ത ഇന്നോവ കാർ വന്നു നിന്നു. അതിൽ നിന്ന് മുഖം മൂടിയ 2 പേർ ഇറങ്ങി അവൾക്കൊന്നും മനസ്സിലാക്കുന്നതിന് മുമ്പ് അവളെ ബലമായി കാറിനുള്ളിലേക്ക് വലിച്ചിട്ടു. അവൾ നിലവിളിക്കാൻ തുടങ്ങിയെങ്കിലും അവർ അവളുടെ വായ തുണി കൊണ്ട് പൊത്തിപ്പിടിച്ചിരുന്നു. അനാമിക കണ്ണു തുറക്കുമ്പോൾ നഗരത്തിലെ ആരുമില്ലാത്ത ഒരു പഴയ ഗോഡൌണിലായിരുന്നു അവൾ. കൈകാലുകൾ കസേരയിൽ കെട്ടിയിട്ടിരിക്കുന്നു. അവളുടെ മുന്നിലേക്ക് സിഗരറ്റും പുകച്ച ഒരാൾ നടന്നു വന്നു. അത് മറ്റാരുമായിരുന്നില്ല, ദേവിൻ്റെ ശത്രുവായ വിക്രം ആയിരുന്നു. ആ, ദേവിൻ്റെ കൊച്ചുറാണിക്ക് ബോധം വന്നല്ലേ? വിക്രം ക്രൂരമായി ചിരിച്ചു. വിക്രം സാർ, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എന്നെ വിട്, അനാമിക ഭയത്തോടെ നിലവിളിച്ചു. നിന്നെ വിടാനോ? നിന്നെ വെച്ചാണ് ഞാൻ ദേവിനെ തകർക്കാൻ പോകുന്നത്. അന്ന് പാർട്ടിയിൽ വെച്ച് നിനക്ക് വേണ്ടി അവൻ എന്നെ തല്ലാൻ വന്നു. ദേവനാരായണൻ്റെ വീക്ക്നെസ് നീയാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായി. നിന്നെ ഇല്ലാതാക്കിയാൽ അവൻ തകരും. മാനസികമായി അവൻ ഭ്രാന്തനാകും. വിക്രം പല്ലിറുമി. വിക്രം തൻ്റെ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ദേവിനെ വിളിച്ചു. വീഡിയോ കോൾ കണക്റ്റ് ആയതും അവൻ ക്യാമറ അനാമികയുടെ മുഖത്തിന് നേരെ തിരിച്ചു. ദേവ്, നോക്കടാ, നിന്റെ ജീവൻ എൻ്റെ കയ്യിലാണ്. വിക്രം അട്ടഹസിച്ചു. ഫോണിൻ്റെ മറുതലക്കൽ അനാമികയെ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് ദേവ് നിയന്ത്രണം വിട്ട് അലറി. വിക്രം, അവളെ നീ തൊട്ടുപോകരുത്. നിനക്കെന്താ വേണ്ടത് എന്ന് വെച്ചാൽ പറ. പണമാണോ? ബിസിനസ്സാണോ? എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അനാമികയെ ഒന്നും ചെയ്യരുത്, പ്ലീസ്. തൻ്റെ മുന്നിൽ ഒരിക്കലും തലകുനിക്കാത്ത ദേവനാരായണൻ ഒരു പെണ്ണിന് വേണ്ടി യാചിക്കുന്നത് കണ്ട് വിക്രമിന് വല്ലാത്തൊരു സുഖം തോന്നി. എനിക്ക് നിന്റെ പണമല്ലടാ വേണ്ടത്, നിന്റെ തകർച്ചയാണ്. കൊച്ചിയിലെ ആ പഴയ പേപ്പറിൽ എൻ്റെ ഗോഡൗണിലേക്ക് വാ. നീ ഒറ്റയ്ക്ക് വരണം. പോലീസിനെ അറിയിച്ചാൽ ഇവളുടെ ശവമായിരിക്കും നീ കാണുക. വിക്രം ഫോൺ കട്ട് ചെയ്തു. ജീവൻ പണയം വെച്ചുള്ള പോരാട്ടം. അരമണിക്കൂറിനുള്ളിൽ ദേവ് ഗോഡൌണിൻ്റെ മുന്നിൽ പാഞ്ഞെത്തി. അവൻ്റെ വണ്ടി ബ്രേക്കിട്ട ശബ്ദം കേട്ട് വിക്രമിൻ്റെ ഗുണ്ടകൾ ഉഷാറായി. ദേവ് അകത്തേക്ക് ഓടിക്കയറി. അവിടെ കെട്ടിയിട്ടിരിക്കുന്ന അനാമികയെ കണ്ടതും അവൻ്റെ നെഞ്ച് പിടഞ്ഞു. അനാമിക, അവൻ വിളിച്ചു. സാർ, വരരുത്, ഇതൊരു കെണിയാണ്. അവർ നിങ്ങളെ കൊല്ലും, അനാമിക ഉറക്കെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് പിന്നിൽ നിന്ന് വിക്രമിൻ്റെ ഗുണ്ടകൾ ദേവിനെ ആക്രമിച്ചു. ദേവ് തിരിഞ്ഞെന്ന് അവരെ നേരിട്ടു. പ്രണയം നൽകിയ കരുത്തിൻ്റെ അവൻ ആ ഗുണ്ടകളെ അടിച്ചു പറത്തി. അവൻ്റെ
ഓരോ അടികളിലും അനാമികയെ നഷ്ടപ്പെടുമോ എന്ന ഭയവും ദേഷ്യവുമായിരുന്നു. പക്ഷേ ഒടുവിൽ വിക്രം പിന്നിൽ നിന്നും ഒരു ഇരുമ്പു അടി കൊണ്ട് ദേവിന്റെ തലക്കടിച്ചു. ദേവ് ചോരയടിച്ച് നിലത്തേക്ക് വീണു. സാർ! അനാമിക നിലവിളിച്ചു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഒഴുകിക്കൊണ്ടിരുന്നു. വിക്രം തറയിൽ കിടന്ന ദേവിനെ ചവിട്ടി. എന്താടാ ദേവ്, വലിയ ഹീറോ ആകാൻ നോക്കിയോ? നിന്റെ കഥ ഇന്ന് ഇവിടെ തീരും. വിക്രം ഒരു കത്തിയെടുത്ത് ദേവിനെ കുത്താൻ ആഞ്ഞു. അതുവരെ ഭയന്നു കരഞ്ഞിരുന്ന അനാമികയുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ മറ്റൊരു ഭാവം ഉണർന്നു. തന്റെ ജീവനായ മനുഷ്യൻ തനിക്ക് മുന്നിൽ മരിച്ചു വീഴാൻ അവൾക്കയില്ലായിരുന്നു. അവൾ സർവശക്തിയുമെടുത്ത് കസേരയോടുകൂടി മുന്നിലേക്ക് ആഞ്ഞു. കസേര വിക്രമിന്റെ ദേഹത്താണ് തട്ടിയത്. വിക്രം നിയന്ത്രണം തെറ്റി നിലത്തേക്ക് വീണു. കയ്യിലെ കത്തി തെറിച്ചുപോയി. ആ സമയം കൊണ്ട് ദേവ് എഴുന്നേറ്റിരുന്നു. അവൻ തറയിൽ കിടന്ന് ഇരുമ്പ് വടിയെടുത്ത് വിക്രമിന്റെ കയ്യിൽ അടിച്ചു. വിക്രം വേദന കൊണ്ട് പൊളഞ്ഞു. അപ്പോഴേക്കും ശബ്ദം കേട്ട് നാട്ടുകാരും ദേവ് നേരത്തെ വിവരമറിയിച്ച പോലീസും അങ്ങോട്ട് ഇരച്ചു കയറി. വിക്രമിനെയും കൂട്ടരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസുകാർ അനാമികയുടെ കെട്ടഴിച്ചു വിട്ടു. കെട്ടഴിച്ച പാടെ അനാമിക ഓടിച്ചെന്ന് ചോരയരിച്ചു നിൽക്കുന്ന ദേവിനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എനിക്ക് വേണ്ടി എന്തിനാ സാർ നിങ്ങളുടെ ജീവൻ പണയം വെച്ചത്? നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ? അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ദേവ് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ കൈകൾ അവരുടെ തലയിൽ തലോടി. നീയല്ലാതെ മറ്റാരെയ അനാമിക ഞാൻ സംരക്ഷിക്കേണ്ടത്? നീയില്ലെങ്കിൽ പിന്നെ ഈ ദേവിന് എന്ത് ജീവിതം? ദേവ് വളരെ ആർദ്രമായി ചോദിച്ചു. അനാമിക പതുക്കെ ദേവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ സംശയങ്ങളൊന്നുമില്ലായിരുന്നു. തൻ്റെ ജീവനേക്കാൾ തന്നെ സ്നേഹിക്കുന്ന ഒരു പുരുഷനെയാണ് അവൾക്ക് മുന്നിൽ കാണാൻ കഴിഞ്ഞത്. അവൾ പതുക്കെ പറഞ്ഞു, അന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു രാത്രിയിലെ സുഖത്തിന് വേണ്ടി വഴങ്ങുന്നവളല്ല ഞാനെന്ന്. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നു, എൻ്റെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ പാതിയായി ജീവിക്കാൻ ഞാൻ തയ്യാറാണ്. ദേവിൻ്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ നെറ്റിയിൽ പ്രണയപൂർവ്വം ചുംബിച്ചു. മാസങ്ങൾക്ക് ശേഷം കൊച്ചിയിലെ വലിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ച് ദേവിൻ്റെയും അനാമികയുടെയും വിവാഹം നടന്നു. പണത്തിൻ്റെ ആർഭാടങ്ങൾക്കിടയിലല്ല, മറിച്ച് രണ്ട് മനസ്സുകളുടെ ആത്മാർത്ഥമായ പ്രണയത്തിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ആ മംഗല്യം. പഴയ പുകവലിയും മദ്യപാനവുമെല്ലാം ഉപേക്ഷിച്ച് അനാമികയുടെ പ്രണയത്തിനടിമയായ ഒരു പുതിയ ദേവനാരായണയാണ് പിന്നീട് ലോകം കണ്ടത്. ചതിക്കുഴയിൽ നിന്നും തുടങ്ങിയ അവരുടെ ആ യാത്ര പരസ്പര ബഹുമാനത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പുതിയൊരു ആകാശത്തിലേക്ക് നീണ്ടുപോയി.